ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കുരുവട്ടൂരികളായ ആളുകൾ അവരുടെ ആലയത്തിൽ വെച്ച് നടന്ന ഒരു സൂഫി ഗാനം, ഒരു കൂത്താട്ട്, കൈക്കൊട്ടിപ്പാട്ട്, ഹാർമോണിയം, തബല പോലെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചില സംഗീതങ്ങൾ, ഇത് ന്യായീകരിക്കുവാനും ശരിയാണെന്ന് പറയുവാനും നാട് നീളെ പ്രസംഗിച്ച് നടക്കുകയാണ് കുരുവട്ടൂരികളായ ആളുകൾ. നൗഷാദ്, സമദ്, തൊഴിയൂർ, കുഞ്ഞാമതൊക്കെ. ഏതായാലും നമുക്കിതിൽ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഏതായാലും നമ്മൾ മനസ്സിലാക്കണം, അവരുടെ ആലയത്തിൽ നടന്ന ആ സൂഫി സംഗീതം അല്ലെങ്കിൽ അവരുടെ ആ കൂത്താട്ട്, അതിന്റെ ഒരു വീഡിയോ ചെറുതായി ഒന്ന് നമ്മൾ കണ്ടിട്ട് ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് വരാം. ഇതാണ് അവർ ആലയത്തിൽ നടന്ന നീണ്ടൊരു വീഡിയോ ആണ്. 1-2 സെക്കൻഡ്, കുറഞ്ഞ സമയം മാത്രം കണ്ടാൽ മതി. ഇത് തെളിവിന് വേണ്ടി മാത്രം കൊണ്ടിറക്കുകയാണ്. നമ്മൾ കണ്ടല്ലോ ഇത് കാര്യങ്ങളൊക്കെ. ഇതിനെപ്പറ്റി നൗഷാദും കൂട്ടിൽ ന്യായീകരിക്കുകയാണ്, നാടിനിൽ പ്രസംഗിക്കുകയാണ്. ഇതിൽ പറഞ്ഞ കൈക്കൊട്ടുപാട്ട്, ഹാർമോണിയം, തബലയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, അത് തെറ്റാണ് എന്നുള്ളത് നമ്മുടെ മുൻപത്തെ വീഡിയോയിൽ വളരെ കൃത്യമായി നമ്മൾ ആധികാരികമായി തെളിയിച്ചിട്ടുണ്ട്. കൈക്കൊട്ടൽക്ക് കറാഹത്താണ് എന്നും അതെല്ലാം ഹറാമാണ് എന്നും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് മൻഹിയു അൻഹുവാണ്, അത് മത്ലൂബാണ് എന്ന് ആരും പറഞ്ഞതായിട്ട് കാണില്ല, മുബാഹാണെന്ന് ആരും പറഞ്ഞത് കാണുന്നില്ല. അതിന്റെ ശാഫി മദ്ഹബിൽ ആധികാരിക ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ന്യായീകരിക്കാൻ നടക്കുകയാണ് നൗഷാദും കൂട്ടരും. എന്നിട്ട് നൗഷാദ് പ്രസംഗത്തിൽ ഉടനീളം പറയുന്നത് എന്താണ്? സൂഫിയാക്കന്മാർക്ക് അനുവദനീയമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇസ്സുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ആ ഫത്വ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ നൗഷാദ് പറയുന്നത് എന്താ? അത് സൂഫിയാക്കന്മാർക്ക് അനുവദനീയമാണ് എന്ന്. ആ പ്രസംഗം ഒന്ന് കേട്ടിട്ട് ഇൻഷാ അല്ലാഹ് മറുപടിയിലേക്ക് നമുക്ക് വരാം. ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി മഹാനവറുകളോട് ചോദിക്കുന്നു, വാദ്യോപകരണങ്ങളുടെ വിധി എന്താണ്? അൽ ഹാബീലിൽ ഫതാവയിൽ ഉണ്ട് ഈ മസ്അല. ചോദ്യത്തിന്റെ മറുപടിയിൽ ഫൽ ജവാബു അന്നൽ മഷ്ഹൂറ ഫിൽ മദാഹിബിൽ അർബഅ തഹ്രീമു ആലാത്തിൽ ലഹ്വി. വാദ്യോപകരണങ്ങൾ, പാട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇത്തരം ഉപകരണങ്ങൾ ഹറാമാണെന്നാണ് അറിയപ്പെട്ട അഭിപ്രായം. വഅജാസഹാ ത്വായിഫ, എന്നാൽ അത് അനുവദനീയമാണെന്ന് പറഞ്ഞവരുമുണ്ട്. എന്നാൽ വൽ മുഖ്താറു ഫീ ഹാദിഹിൽ മസ്അല, ഈ മസ്അലയിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം മാദഹബ ഇലൈഹി മുഹഖിഖൂൻ, വലിയ മുഹഖിഖീങ്ങളായ പണ്ഡിതന്മാർ പറഞ്ഞതാണ്. മിൻഹും ശൈഖ് ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം, ഇസ്സുദ്ദീൻ തങ്ങൾ വരെ ഫത്വ കൊടുത്തു. ഇബാഹത്തു ദാലിക ലിസൂഫിയത്തി ഖാസ്സ, സൂഫിയാക്കൾ നേതൃത്വം നൽകുന്ന മജ്ലിസിൽ അല്ലാഹനെയും റസൂലിനെയും മശായിഖിനെയും പറഞ്ഞ് അതിനെ വർണ്ണിക്കുന്ന സദസ്സിൽ അത് അനുവദനീയമാണ്. വതഹരീമുഹു അലാ ഗൈരിഹിം, ഏപിക്കാർക്ക് അത് ഹറാമുമാണ്. സൂഫി മജ്ലിസുകളിൽ അത് അനുവദനീയവുമാണ്. സൂഫി മജ്ലിസുകളിൽ അത് അനുവദനീയവുമാണ്. സൂഫി മജ്ലിസുകളിൽ അത് അനുവദനീയവുമാണ്. കേട്ടല്ലോ, സൂഫി മജ്ലിസുകളിൽ അത് അനുവദനീയമാണ് എന്നാണ് നൗഷാദ് പ്രസംഗിക്കുന്നത്. എന്റെ ചോദ്യം, ഇതിനെപ്പറ്റി ഇപ്പൊ എന്തായാലും ഷാഫി മദ്ഹബിൽ നമ്മുടെ ഉലമാ അതിനെപ്പറ്റി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണല്ലോ. ഈ റഖ്സ്, ആട്ടം, ഹാർമോണിയം, ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതിനെ പറ്റി കൃത്യമായി ആധികാരികമായി നമ്മുടെ മുൻകാലത്ത് കഴിഞ്ഞ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ അത് വളരെ എഴുതി വെച്ചിട്ടുണ്ട്, കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ ഒന്നാമത്തെ ചോദ്യം,
എന്റെ ഒന്നാമത്തെ ചോദ്യം നൗഷാദിനോട്, ഇങ്ങനെ സൂഫി മജ്ലിസുകളിൽ ഉപയോഗിക്കപ്പെടുന്ന യഥാർത്ഥത്തിൽ ഒറിജിനൽ സൂഫിയാക്കന്മാരെ പറ്റി, ഇവരന്മാര് വ്യാജന്മാരല്ല, അതിന് കുറെ നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇൻഷാല്ലാഹ് പിന്നീട് പറയാം. ആ ഒറിജിനൽ സൂഫിയാക്കന്മാർ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന, മുൻകാലത്ത് ഉണ്ടായിരുന്ന ഒറിജിനൽ സൂഫി മഹാന്മാർ, മഹത്തുക്കളായ ആളുകൾ, അവർ അവരുടെ മജ്ലിസുകൾ ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നതിനെ പറ്റി ബഹുമാനപ്പെട്ട ഖല്ലൂബി ഇമാം, അവരുടെ ഖല്ലൂബിൽ മഹല്ലിക്ക് ഹാഷിയ കിതാബ് മഹല്ലിൽ ഖല്ലൂബി ഇമാം, അതുപോലെ തന്നെ ഇമാം ബുജൈരിമി റളിയല്ലാഹു അൻഹു ഇതിനെപ്പറ്റി പറയുന്നത്, വമാ ഖീല അൻ ബഅദി സൂഫിയത്തിൻ മിൻ ജവാദ് ഇസ്തിമാൽ ആലാത്തി അൽ മുതീബ, ഇങ്ങനെ തൊറബുണ്ടാക്കുന്ന മ്യൂസിക് ഉപകരണങ്ങൾ, ഇത്തരം ആലാത്തിൽ ലഹ്വ്, ഈ മ്യൂസിക് വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കാം, അനുവദനീയമാണ്, കേൾക്കൽ ജായിസാണ് എന്ന് ചില സൂഫിയാക്കന്മാരെ പറ്റി ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ പറയുന്നത് അതുണ്ട്. എന്നിട്ട് മഹാനവർ ലാസ്റ്റ് പറയുകയാണ്, ഫഹുവ മിൻ തഹവ്വുരിഹിം വളലാലിഹിം ഫലാ യുഅവ്വലു അലൈഹിം, അതിനെ അവലംബിക്കപ്പെടാൻ പാടില്ല. ആ ഒരു ഉദ്ധരിക്കപ്പെടുന്ന കാര്യത്തെ പറ്റി അവലംബിക്കപ്പെടാൻ പാടില്ല എന്ന് ഖല്ലൂബി സമാനമായ ഇബാറത്ത് ബുജൈരിമിലും കാണാൻ കഴിയും. എന്നാൽ ഇതേ ആശയം ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹ്ഫയിൽ പറഞ്ഞത് കാണാൻ കഴിയും. ഈ റഖ്സ് ഉപയോഗിക്കുന്ന ആളുകൾ, ആലാത്തുലഹ് ഉപയോഗിക്കുന്ന ആളുകൾ, റഖ്സ് ആലാത്തുലഹ് ഉപയോഗിക്കുന്ന പറ്റി ചോദിച്ചുകൊണ്ട് പറയുകയാണ്, ചില സൂഫിയാക്കന്മാർ അവർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കാരണം അവരെന്താ, ഫലൈസു മുക്കല്ലഫീൻ, അവർ മുക്കല്ലഫീങ്ങളല്ല, തെക്ലീഫ് ഉള്ളവർ അല്ല, അങ്ങനെ തെക്ലീഫ് ഇല്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് അവരെ പറ്റി നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമില്ല, അത് അവർക്ക് ബാധിക്കുന്ന കാര്യമല്ല, തെക്ലീഫ് ഇല്ലാത്ത കാര്യമാണ്. ഇസ്മായിൽ ഹളറമി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോ അവർ പറഞ്ഞു ഇബാറത്ത് തുഹ്ഫയിൽ പറയുന്നു, എന്താ, വലാ യുഖ്തദാ ബിമാ ഖാലു, ആ സൂഫി പണ്ഡിതന്മാർ ചെയ്ത കാര്യം അതിനെ നമ്മൾ പിൻപറ്റാൻ പാടില്ല, അത് ഫോളോ ചെയ്യാൻ പാടില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ എന്റെ നൗഷാദെ, ചോദ്യം നമ്പർ 1, ഒന്നാം നമ്പർ ചോദ്യം എന്താ? ഫസ്റ്റ് ചോദ്യം, ഈ സൂഫിയാക്കന്മാരെ പറ്റി ഇങ്ങനെ ഉദ്ധരിക്കപ്പെടുന്ന കാര്യങ്ങളെ അവലംബിക്കപ്പെടാൻ പാടില്ല, അത് ഇത്തിബാ ചെയ്യരുത്, അത് പിന്തുടരാൻ പാടില്ല എന്ന് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ എല്ലാവരും പറയുമ്പോ ചോദ്യം, ഇങ്ങനെ മുൻകാലത്ത് കഴിഞ്ഞിരുന്ന സൂഫിയാക്കന്മാരുടെ അത്തരം ആലാത്തുല്ലഹ് ഉപയോഗിക്കപ്പെടാൻ പറ്റുമോ? കാരണം അത് പിൻപറ്റാൻ പാടില്ല, പാടില്ലെന്ന് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത്തരം ഉദ്ധരിക്കപ്പെടുന്ന കാര്യങ്ങളെ നമുക്ക് പിന്തുടരാൻ പറ്റുമോ? പാടുണ്ടോ? ചെയ്യാൻ അനുവദിക്കപ്പെട്ട കാര്യമാണോ? അടുത്ത ചോദ്യം, എന്റെ അടുത്ത ചോദ്യം എന്താണ്? ഇങ്ങനെ തെക്ലീഫ് ഇല്ലാത്ത ആളുകളാണ് അവർ എന്ന് പറയുന്നു. അതുകൊണ്ട് അവർക്ക് ചെയ്യാം, സൂഫിയാക്കന്മാർക്ക് തെക്ലീഫ് ഇല്ലാത്ത ആളുകളാണ് അവരെ. തെക്ലീഫ് ഇല്ല, അതിൽ പിന്നെ ഒരു പറഞ്ഞ കാര്യമില്ല, തെക്ലീഫ് ഇല്ലാത്ത ആളുകളാണ്, അപ്പൊ അവരും ഇത്തിബാ ചെയ്യാൻ പാടില്ല എന്ന് തുഫയിലുണ്ട്, നിഹായിൽ എല്ലാ കിതാബിലുണ്ട്. തെക്ലീഫ് ഇല്ലാത്ത ആളുകളാണ്, കൽപ്പയില്ലാത്ത ആളുകളാണ്. കാരണം അവർ അള്ളാഹിനെ പറ്റി ചിന്തിച്ച് ഹാല് മാറി, അവസ്ഥ മാറി ആളുകളാണ്. അത് നമ്മൾ ഇത്തിബാ ചെയ്യാൻ പാടില്ല, തെക്ലീഫ് ഇല്ലാത്ത ആളുകളാണ്. തുഫ, നിഹായ, മോഹിനി, അങ്ങനെ എല്ലാ ശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ഉണ്ട്. എന്റെ അടുത്ത ചോദ്യം, താങ്കളുടെ ഈ ആലയത്തിൽ നടന്ന ഈ കൂത്താട്ട്, ഈ പാട്ടിൽ പങ്കെടുത്ത ആളുകളൊക്കെ തെക്ലീഫ് ഇല്ലാത്തവർ ആണോ? ഈ ആലയത്തിൽ പങ്കെടുത്ത ആളുകളൊക്കെ, നിങ്ങൾ പാട്ടിൽ പങ്കെടുത്ത, കൂത്താടിലും പങ്കെടുത്ത ആളുകളൊക്കെ എല്ലാവരും തെക്ലീഫ് ഇല്ലാത്തവരാണോ? തെക്ലീഫ് ഇല്ലാത്തവർക്ക് അനുവദനീയമാണ്. സൂഫിയാക്കന്മാർ അത് ചെയ്തിരുന്ന ആളുകളുണ്ട്, അവർക്ക് തെക്ലീഫ് ഇല്ല, കാരണം ഹാല് മാറിയ ആളുകളാണ്, അവസ്ഥ മാറിയ ആളുകളാണ്, അല്ലാത്തവരെ പറ്റിയല്ല. അങ്ങനെ എല്ലാത്ത ആള് പറ്റിയല്ല. അങ്ങനെ തെക്ലീഫ് ഇല്ലാത്ത ആളുകൾക്ക് അനുവദനീയമാണ് എന്ന് ഫിഖ്ഹിന്റെ കിതാബുകളൊക്കെ ഉണ്ട്. അത് തെക്ലീഫ് ഇല്ലാത്തവരാണ്. അങ്ങനെ ആണെങ്കിൽ ചോദ്യം, താങ്കളുടെ ഈ സ്ഥാപനത്തിൽ പങ്കെടുത്ത, ആ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾ എല്ലാവരും തെക്ലീഫ് ഇല്ലാത്തവർ ആണോ? വ്യക്തമാക്കേണ്ടതാണ്. എന്നാൽ നിങ്ങൾക്ക് അനുവദനീയമാണെന്ന് പറയാം, അല്ല എങ്കിൽ നമുക്കിടെ മസാല പറയേണ്ടി വരും. അടുത്ത ചോദ്യം ശ്രദ്ധിക്കണം. ഈ സൂഫി മജ്ലിസിൽ പങ്കെടുക്കുന്ന ആളുകൾ
അങ്ങനെ സൂഫി മജ്ലിസ് മുൻകാലത്ത് ഉണ്ടായിരുന്ന മ്യൂസിക്കിന്റെയും പാട്ടിന്റെയും അതുപോലെ തന്നെ വാദ്യോപകരണങ്ങളും അതുപോലെ അങ്ങനത്തെ അന്നുണ്ടായിരുന്ന ആളുകൾ ചില പാട്ടുകള്, ചില കവിതകള്, ചില മധുര ഗാനങ്ങളൊക്കെ ചൊല്ലിയിരുന്നു, കുറെ നിബന്ധന ചൊല്ലിയിരുന്നു. മുൻകാലത്ത് ഉണ്ടായിരുന്നു, പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു പറയാൻ കാരണം മുൻകാലത്ത് സൂഫിയാക്കന്മാർ ചെയ്തിരുന്നു. ചോദ്യം, അതിന് ചില നിബന്ധനകൾ ഉണ്ടായിരുന്നു. 5 അദബുകളുണ്ട്, ചില ഷർത്തുകൾ നിബന്ധനകളൊക്കെ ഉണ്ട്. 5 അദബുകൾ സൂഫി സംഗീതത്തിനുണ്ട്. താങ്കളുടെ ഈ നടന്ന മജ്ലിസിൽ, ഈ കൂത്താട്ടിൽ, താങ്കളുടെ സ്ഥാപനത്തിൽ നടന്ന ഈ കൂത്താട്ട്, ഈ പാട്ട്, അത് ആ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ടാണ് എന്ന് തെളിയിക്കാമോ? 5 നിബന്ധനകളുണ്ട്, അദബുകളുണ്ട്, നിബന്ധന അദബ് ഒക്കെ ഉണ്ട്. ആ 5 അദബ് പറയാം, നിബന്ധന പറയാം. ആ അദബുകളുണ്ട്. ആ അദബുകളെല്ലാം പാലിച്ചുകൊണ്ടാണ് താങ്കളുടെ ഈ സ്ഥാപനത്തിൽ, ഈ ആലയത്തിൽ നടന്ന ഈ കൂത്താട്ട്, പാട്ട്, 5 നിബന്ധനകൾ എല്ലാം ഒത്തിട്ടാണ്, 5 അദബുകളെല്ലാം പാലിച്ചുകൊണ്ടാണ് പാടിയത് എന്ന് തെളിയിക്കാമോ? അടുത്ത ചോദ്യം, ബഹുമാനപ്പെട്ട ഇസുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു മഹാനവറുകളെ പറ്റി ഉദ്ധരിക്കപ്പെടുന്നു. നിങ്ങൾ പറഞ്ഞല്ലോ മഹാനവർ അനുവദിച്ചിട്ടുണ്ട് എന്ന്. എന്നാൽ മഹാനവറുകളുടെ കിതാബിൽ തന്നെ ഇതിനെ എതിർത്തിട്ടുണ്ട്. അൽ ഖവായിദുൽ കുബറ എതിർത്തിട്ടുണ്ട് എന്ന് ഫതാവുൽ ഖുർദിയിൽ കാണാൻ കഴിയും, കഫറായിൽ കാണാൻ കഴിയും. മഹാനവറുകളുടെ കിതാബ് തന്നെയായ അൽ ഖവായിദുൽ കുബറയിൽ കാണാൻ കഴിയും. വിവരമില്ലാത്ത ആളുകൾ, ജാഹിലായ ആളുകൾ, അവർ മാത്രമേ കൈക്കൊട്ടുള്ളൂ, റഖ്സ് നടത്തുകയുള്ളൂ എന്ന് മഹാനവറുടെ കിതാബ് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കിതാബ് തെളിവ് സഹിതം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, എന്നിട്ട് മഹാനവറുകൾ ഇങ്ങനെ റഖ്സിൽ പങ്കെടുത്തു, ആ ദിക്റിനെ ചില മജ്ലിസിൽ നൃത്തം ചെയ്തു, ആടി, പാടി, ചാടി എന്നൊക്കെ താങ്കൾ ഉദ്ധരിക്കപ്പെടുന്ന ആ ഒരു കാര്യം, അതിനെപ്പറ്റി തുഹ്ഫ പറഞ്ഞത് എന്താ? അസ്നയിമാം ഉദ്ധരിച്ചിട്ട് അന്നഹു കാന എന്ത് അനി അബ്ദുസ്സലാം അന്നഹു യർഖുസു ഫി സമാ, ഇത്തരം സംഗീത വേദികളിൽ ഇസുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു ആടി എന്ന് പറഞ്ഞതിന് യുഹ്മലു അലാ മുജറദിൽ ഖിയാമി വ തഹറുക്, വെറും ആടലാണ്, തസന്നി ഇല്ലാതെ, തക്കസുർ ഇല്ലാതെ, വെറും അങ്ങോട്ടും ഇങ്ങോട്ടും ദിക്റിന്റെ മജ്ലിസിലൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടൽ അന്ന് മാത്രമാണ് ഹംദ് ചെയ്യപ്പെടണം. കാരണം അതിനെപ്പറ്റി പറഞ്ഞ ലി ഗലബതി വജിദിൻ വശുഹൂദിൻ വാരിദിൻ ഔ തജല്ലിൻ ലാ യഅരിഫു ഇല്ലാ, കാരണം അവർ അങ്ങനെ ആടാൻ കാരണം അവർ ചില അവസ്ഥയിലേക്ക് എത്തിയപ്പോ, വജിദിലേക്ക് എത്തി, ഗാലിബായി, അങ്ങനെ അള്ളാഹിനെ പറ്റി ചിന്തിച്ചപ്പോ എന്തായി? അവരെ വജിദിലേക്ക് എത്തി, ഷുഹൂദിലേക്ക് എത്തി, സ്വഹിബിലേക്ക് എത്തിയത് കൊണ്ട് അവർ ആടിയതാണ്. അതുകൊണ്ട് അങ്ങനെ വെക്കണം, ഹംദ് ചെയ്യണം, തുഹ്ഫ പറയുന്നു. എന്റെ ചോദ്യം, ഇസുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു അത് എതിർക്കുകയും മഹാനവറുകളെ പറ്റി ഇങ്ങനെ ഉദ്ധരിക്കപ്പെടുന്നുവെങ്കിൽ അതിന് ഇങ്ങനെ ഹംദ് ചെയ്യണം എന്നും പറയുമ്പോ എന്റെ ചോദ്യം, ഇസുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു അവർ ചില വേദികളിൽ, ചില സമാഇന്റെയും ചില വേദികളിൽ, ചില സംഗീതത്തിന്റെ വേദികളിൽ ആടി, ചാടി, നൃത്തം ചെയ്തു എന്ന് താങ്കൾ തന്നെ പറയുന്ന ആ കാര്യം ഇസ്ലാം വിശുദ്ധ വിലക്കിയ തസന്നിയോടുകൂടെ, തക്കസുറോട് കൂടെയുള്ള ആട്ടം ആയിരുന്നോ? തെളിയിക്കണം. മുജറദുൽ ഖിയാമി വ തഹറുക്കി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, ഇസുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആടിയത്, അവർ ചാടിയത് തസന്നിയും തക്കസുറോട് കൂടെയാണ്, അങ്ങനെയാണ് തെളിയിക്കാമോ? ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പ്രതീക്ഷിക്കുന്നു. സഹോദരന്മാരെ, ഈ കുരുവട്ടൂരികളായ ആളുകൾ, നൗഷാദ്, സമദ്, തൊഴിയൂർ കുഞ്ഞമ്മദ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞ ഇബാറത്തുകളുണ്ട്, മസ്അലകളൊക്കെ ഉണ്ട്. ഇതൊന്നും പരിശോധിക്കാതെ, ഇതൊന്നും നോക്കാതെ, ആലിമീങ്ങളുള്ള വിദ്വേഷം മനസ്സിൽ വെച്ചുകൊണ്ട്, ആ വെറുപ്പ് ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നാടുനില പ്രസംഗിച്ച് നടക്കുകയാണ്. അത്ര മാത്രമേ നമുക്കതിൽ ബോധ്യപ്പെടുകയുള്ളൂ. ബഹുമാനവന്ത സുൽത്താൻ ഉലമയെയും മുഹീസുന്ന പൊന്മൾ ഉസ്താദിനെയും പേരുടെ ഉസ്താദിനെയും എതിർക്കാനും നഖശിക്കാതെ എതിർക്കാനും വേണ്ടി വേദി കെട്ടുക നടന്ന് നാടുനില വേദി കെട്ടി പ്രസംഗിക്കാൻ നടക്കുകയാണ്. എന്നല്ലാതെ ഇവർക്ക് സുന്നത്ത് ജമാഅത്തോ അഹ്ലുസുന്നയോ യഥാർത്ഥ സൂഫി ചിന്താഗതിയോ ഒന്നും ഇവർക്ക് ലക്ഷ്യമില്ല. പണ്ഡിതന്മാരെ കരിവാരി തേക്കുക, പണ്ഡിതന്മാരെ ആക്ഷേപിക്കുക. സംശയങ്ങൾ കമന്റ് ചെയ്യുക. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.